ചതുർത്ഥി വ്രതം ഒട്ട ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയങ്ങൾ എടുക്കുന്നതാണ്. പക്ഷെ വിനായക ചതുർത്ഥിയുടെ വ്രതം എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമാണ്. ഈ ചിങ്ങമാസത്തിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതിന് ഒരു വർഷത്തെ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. ഒരു വർഷത്തേക്കുള്ള വിഘ്നങ്ങളുടെ മാറ്റി, അതായത് നന്മയിലേക്ക്, നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മളെ എത്തിച്ചേരിപ്പിക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല നൊയമ്പ് അല്ലെങ്കിൽ വ്രതം അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറയാവുന്നതാണ്. ഉപവാസമായിട്ട് എടുക്കാം, വ്രതമായിട്ട് എടുക്കാം, അരിയാഹാരം മാത്രം കഴിച്ചെടുക്കാം, ഒരിക്കലും മാത്രം കഴിച്ച് എടുക്കാം. ധാരാളം ഗണപതി നാമങ്ങൾ ജപിച്ച് ധാരാളം ഗണപതി ശ്ലോകങ്ങൾ ചൊല്ലി അന്നത്തെ ദിവസം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ഒരു വർഷത്തേക്കുള്ള ഫലമാണ്. അടുത്ത ഒരു വർഷത്തേക്കാണ് നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നത്. ബുദ്ധിയുടെ സിദ്ധിയുടെയും കാരകനായ ഭഗവാനാണ്. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും കാരകനായ ഭഗവാനാണ്. എല്ലാ അഭീഷ്ടങ്ങളുടെയും കാരകനാണ്. ജീവിതത്തിലെ സകല തടസ്സവും മാറ്റി നന്മയിലേക്ക് ലയിക്കുന്ന കാരകനാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു ദിവസം, ആ ചതുർത്ഥി ദിവസം അദ്ദേഹത്തിന്റെ വ്രതം എടുത്താൽ, അദ്ദേഹത്തിന്റെ ഉപവാസം എടുത്താൽ, അദ്ദേഹത്തിന്റെ നൊയമ്പെടുത്താൽ അത് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ സംഭവമാണെന്ന് മാത്രമല്ല, ഒരു ഉറപ്പാണ്, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവത്തിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. അല്ലെങ്കിൽ അത് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്.